ഗൈസ്, അപ്പം ഇതെന്റെ ഒരു ഫസ്റ്റ് വ്ളോഗിങ് ചാനലാട്ടോ. അപ്പൊ നമ്മൾ മെയിനായിട്ട് നേരത്തെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഒരു വ്ളോഗിങ് ചാനലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തായാലും നമ്മൾ കുക്കിംഗ്, ട്രാവലിംഗ്, അൺബോക്സിങ്, ഫുഡിങ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നെന്തായാലും വീട്ടിൽ കുറച്ച് കപ്പയും മീൻകറിയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ അതൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇങ്ങനെ എന്തായാലും നമ്മുടെ കപ്പയും മീൻകറിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഗായ്സ്, ഇതാട്ടോ നമ്മുടെ നല്ല മുളകി വെച്ച അയിലക്കറി ആട്ടോ. പിന്നെ നമുക്ക് നല്ല നാടൻ കപ്പ കുഴച്ചതും സംഭവം എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മീൻ വറുത്തതും സംഭവം ഉണ്ട്. അപ്പൊ മീൻ വറുത്ത നമ്മളൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഗായ്സ്, ഈ മീനിന്റെ പേര് നങ്ക് എന്നൊക്കെ ആട്ടോ. നങ്ക്, ചെറിയ മാന്തൽ എന്നൊക്കെ പറയും. അപ്പൊ ഗായ്സ്, നമ്മുടെ നല്ല കപ്പയും മീൻകറിയും മീൻ വറുത്ത എല്ലാം പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ഗായ്സ്, നമുക്ക് നമ്മുടെ കപ്പയും മീൻകറിയും മീൻ വറുത്തൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് കപ്പയും എടുത്ത് കപ്പ മാത്രമായിട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കപ്പയാട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള കപ്പയാണ്. അപ്പം കപ്പയ്ക്കും സംഭവത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കപ്പോ എന്തായാലും മീനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം, മീനിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ചെറിയൊരു മീൻ പീസും കുറച്ച് കപ്പയായിട്ട് കഴിച്ചു നോക്കാം. നല്ല അയില കേട്ടോ, നല്ല. അപ്പം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നല്ല പച്ച മീൻ തന്നെ കിട്ടും. അത് കാരണം മീൻകറിക്കും സംഭവത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ നങ്ക എന്നൊക്കെ പറയും. ഇത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഇതാട്ടോ. അത് കാരണം മുള്ളൊക്കെ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പൊ നമ്മൾ ഡെയിലി ഇനി വീഡിയോയും കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ ചാനലൊക്കെ സബ് ചെയ്ത് എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ എന്തായാലും അടുത്തൊരു കിടുക്കൻ വീഡിയോയ്ക്ക് എന്തെങ്കിലും കാണാം.